ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള ഒരു പിക്ചർ വുഡിൽ എങ്ങനെ പ്രിൻ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിന് വേണ്ട എന്തെല്ലാം നോക്കാം. ഞാനൊരു മൊബൈലിൽ എടുത്തൊരു ഫോട്ടോ തന്നെയാണ് ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു വുഡിൻ്റെ പീസ്, പിന്നെ വേണ്ടത് ഒരു ഫെവിക്കോള് നമ്മൾ നോർമലായിട്ട് 2 ടൈപ്പ് ഫെവിക്കോൾ ഉണ്ടാവും. ഇതിൽ HS ഉള്ള ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യണം. വുഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഫെവിക്കോളാണ്. മറ്റേതൊക്കെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് പേപ്പർ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും, MR അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പക്ഷേ ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പിക്ചറില്ലാത്ത ഭാഗമൊന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ ഫോണിലെടുത്തുള്ള ഫോട്ടോ തന്നെ ഫോട്ടോ കോപ്പി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു A4 ഷീറ്റിലാണ് ഇത് നമ്മൾ ഈ പേപ്പറിലുള്ള പിക്ചറാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. കളർ പ്രിൻ്റിന് വേണമെന്നില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് വെച്ച് നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയൊരു പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ ആ വുഡ് എടുക്കുക, വുഡിൻ്റെ സൈസിനും കൂടി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ഫെവിക്കോളും, HS ആ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യണം, മാറിപ്പോരുത്. നമുക്ക് ക്രാഫ്റ്റിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് വേറൊരു ഫെവിക്കോളും കൂടി ഉണ്ട്. അപ്പോൾ ഇതന്നെ എടുത്ത് യൂസ് ചെയ്യാം. ആ ഫെവിക്കോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഫോട്ടോൻ്റെ നല്ല ഭാഗം എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഫെവിക്കോൾ ഇട്ട് കഴിഞ്ഞാൽ പതുക്കെ നമ്മളുടെ പേപ്പർ കീറാതെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് വെച്ച് പതുക്കെ എയറൊന്നും കുടുങ്ങാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം. ആ പശയുള്ള ഭാഗമാണ് നമ്മൾ വുഡിൽ വെക്കേണ്ടത്. പതുക്കെ വെച്ച് കൊടുത്താൽ മതി, ചിലപ്പോൾ ചുളിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് എയറൊന്നും കുടുങ്ങാത്ത രീതിയിൽ, എയർ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോട്ടോൻ്റെ കറക്റ്റ് ഇത് കിട്ടില്ല. എന്നിട്ട് ഈ പശ ഉണങ്ങുന്നതിന് വേണ്ടി മിനിമം 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു ഫുൾ നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, രാത്രിയിലാണ് ചെയ്തിരുന്നത്. പിറ്റേ ദിവസം കാലത്താണത് അടുത്തത് ചെയ്യുന്നത്. അത് കുറേശ്ശെ അല്പം വെള്ളം കയ്യിൽ നനവാക്കിയിട്ട് ആ പേപ്പറിൻ്റെ ഭാഗത്ത് പതുക്കെ തടവി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ പേപ്പർ നനഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു വരില്ലേ, അതേ രീതിയിൽ വരും. അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ടും ഓവറായിട്ട് സ്ട്രെസ് കൊടുത്ത് ചെയ്യരുത്. ഞാൻ തന്നെ കൂടുതലായിട്ട് തുടച്ച ഭാഗം കുറച്ച് മങ്ങിയിട്ടുണ്ട്, അവിടെ ആ പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ചെയ്യാവൂ. ഒരു ഭാഗത്ത് തന്നെ നമ്മൾ തുടച്ചിട്ടിരിക്കരുത്. ഒരു ഭാഗം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോവാം. അങ്ങനെ എല്ലാ ഭാഗത്തും നനവ് വെച്ച് തുടച്ചെടുക്കാം. നമ്മൾ പേപ്പറൊക്കെ നനച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ ചുരുണ്ട് വരുമല്ലോ, അതേപോലെ എല്ലാ ഭാഗത്തുനിന്നും പേപ്പർ മാത്രം നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക. അതാണ്. പക്ഷേ പതുക്കെ ചെയ്യാവോ, കുറച്ച് ക്ഷമ എടുത്ത് ചെയ്യുക. സ്പീഡിൽ ചെയ്താൽ പിന്നെ ഞാനിത് പതുക്കെയാണ് ചെയ്യുന്നത്, പക്ഷേ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചത് ഒന്ന് സ്പീഡാക്കിയതാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് തുടച്ചിട്ടിരുന്നാൽ ആ ഭാഗം നമ്മളുടെ പെയിൻറ്റ് ഇല്ലാതെയാവും. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് തന്നെ ഒരുപാട് സമയം
തുണി വെച്ച് തുടച്ചപ്പോൾ കുറച്ച് ആ കളർ മങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടാത്ത ഭാഗമൊക്കെ കൂടുതൽ നമ്മൾ ഒന്ന് അമർത്തി തുടച്ച് നല്ലപോലെ തുടച്ച് കഴിഞ്ഞാൽ ആ ഭാഗം പോയി കിട്ടും. അങ്ങനെയുണ്ട്. ഞാൻ ആ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ അതൊന്ന് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏതാനും ഫിനിഷിംഗ് ആയി, കുറച്ച് ഭാഗം കൂടിയേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ പ്രിൻ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് പോളിഷ് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭാഗം ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞാണ്. പിന്നെ ഇനി അതിനായിട്ട് പോളിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പോളിഷ് ഓപ്ഷണലാണ്, എന്നാലും ഒരു എത്ര കാലമായാലും അത് മങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം വാർണിഷ്, നമ്മൾ വുഡിലെല്ലാം അടിക്കുന്ന അതേ പോളിഷ് തന്നെ എടുത്തിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ വുഡിലുള്ള ഫോട്ടോ പ്രിൻ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.